നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. രാത്രി 10:15 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അമിത്ഷാ എത്തുക. നാളെ രാവിലെ തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് അംഗങ്ങളുടെ യോഗത്തിൽ അമിത്ഷാ സംസാരിക്കും. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഫീദെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറെ പ്രതീക്ഷയോടെയാണ് BJP ഒരു പിടി സീറ്റുകൾ കൈയാളുക എന്നൊരു ശ്രമമാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ശ്രമങ്ങൾ ആരംഭിക്കുന്നു. പല പേരുകളും പട്ടികയിൽ ഏകദേശം ഉറപ്പാക്കിയിരിക്കുന്നു. അമിത്ഷാ വന്ന സ്ഥിതിക്ക് എന്തായിരിക്കും ഒരു സ്ട്രാറ്റജി? കൃഷ്ണ, തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കാര്യമായ പ്രതീക്ഷ BJP വെക്കുന്നുണ്ട്. മാത്രവുമല്ല, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കാര്യമായി ചില പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. പ്രത്യേകിച്ച് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിലടക്കം BJP അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളായി കാണുന്നുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തുന്നത്. രാത്രി 10:15 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അമിത്ഷാ നാളെ രാവിലെ തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് അംഗങ്ങളുടെ യോഗത്തിൽ സംസാരിക്കും. മാരാർജി ഭവനിലെ കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി, BJP ഏത് വിധത്തിൽ പോകണം, അവരുടെ പ്രതീക്ഷയുള്ള A ക്ലാസ് മണ്ഡലങ്ങളിൽ ഏത് രീതിയിൽ പ്രവർത്തനം നടത്തണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അമിത്ഷാ യോഗത്തിൽ ചർച്ച ചെയ്യും. കൂടാതെ നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തീരുമാനം അതുണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായാലും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി 7 മുതൽ 11 വരെയും നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയുമാണ് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.